നേതാക്കൾ ഇടപെടുന്നുണ്ട്, നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ പ്രവർത്തകർ വളരെ വൈകാരികമായി. കാര്യം ഇപ്പോൾ 1 മണി കഴിയുന്നു, സമയം 1 മണി, ഷാർപ്പ് 1 മണിയാവുന്നു. സമയം രാവിലെ 6:30 തുടങ്ങിയ റെയ്ഡാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ മുഖ്യമന്ത്രി അതിനകത്ത്, ആ വീടിനകത്ത്, വാടക വീടിനകത്തുണ്ട്. 7 മണിക്കൂർ പൂർത്തിയായി. 8-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും പിണറായി വിജയൻ പുറത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ CPM-ന്റെ പ്രധാനപ്പെട്ട നറേറ്റീവ് ആരോപണം. അപ്പോൾ അതിൽ സ്വാഭാവികമാണ് ആ വൈകാരിക പ്രകടനം. പക്ഷേ നിയന്ത്രിക്കാൻ നേതാക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. MV ഗോവിന്ദൻ അവിടെയുണ്ട്, നമ്മുടെ വി ശിവൻകുട്ടി ചേട്ടൻ അവിടെയുണ്ട്. ശിവൻകുട്ടി പ്രവർത്തകരോട് സംസാരിക്കുന്നു, അനുനയിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ അതൊരു പ്രതിഷേധത്തിൻ്റെ പൊട്ടിത്തെറിയിലേക്ക് പോയാൽ അത് നല്ലതാവില്ല, അത് ഗുണകരമാവില്ല, അത് കൊടിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ആ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരെ കുപ്പിയാറടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വലിയ സംഘർഷഭരിത സാഹചര്യത്തിലേക്ക് അവിടെ പോകുമോ എന്ന കാര്യം അറിയില്ല. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, വി ശിവൻകുട്ടിയാണ് ഉള്ളത് അവിടെ. അദ്ദേഹം അവിടെ പ്രവർത്തകരോട് സമാധാനമായിരിക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ സമാധാനം പാലിക്കൽ പ്രധാനമാണ്. കാര്യം ഇപ്പോൾ ആ സ്ഥിതിഗതികൾ കൈവിട്ടാൽ അത് വല്ലാത്ത കൈവിടലാവും. ഷഫീദ്. ഹഷ്മി, ഉറപ്പായിട്ടും തെരുവിലെ CPM-നെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഈ പ്രവർത്തകരെ അവരെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു അവരുടെ കോസിന്, ഒരു പ്രധാനപ്പെട്ട കോസിനാണെങ്കിൽ അവരുടെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടക്കുന്ന റെയ്ഡ് ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പാനന്തരം അല്ലെങ്കിൽ അധികാരമാറ്റത്തിന് ശേഷം CPM നേരിട്ട വലിയ തിരിച്ചടിക്ക് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധമായി ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ളതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ പ്രവർത്തകർ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന ബേക്കർ ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ തമ്പടിക്കുകയാണ്. ഏതാണ്ട് 10 മണി മുതൽ പ്രവർത്തകരും നേതാക്കളും ഇവിടേക്ക് എത്തിത്തുടങ്ങി. അതിനുശേഷം അവരുടെ പ്രതിഷേധം ആദ്യം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു, പിന്നെ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിച്ചു. അതിനുശേഷം അവർ വീണ്ടും ഈ മോബ് ഒരു വയലൻസിലേക്ക് പോകുന്നതാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത്. ഈ പുറത്തു നിൽക്കുന്ന പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ, അകത്താണ് കേന്ദ്രസേന ഉള്ളത്, പുറത്ത് പോലീസാണ് സുരക്ഷ ഒരുക്കുന്നത്. പോലീസ് സേനാംഗങ്ങളോട് അവർ കയർത്തു. അതിനുശേഷം അകത്തേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ കുറച്ചെങ്കിലും ശാന്തമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ വി ശിവൻകുട്ടി, അതേപോലെ വി ജോയി, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവരാണ് ഈ പ്രവർത്തകരോട് ഇപ്പോൾ നിയന്ത്രണം പാലിക്കണം, സംയമനം പാലിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് ഇപ്പോൾ പ്രവർത്തകർ കുറച്ച് സംയമനം പാലിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് മണിക്കൂറുകൾ കഴിയുന്തോറും, ഈ റെയ്ഡിന്റെ സമയം കൂടുന്തോറും അത് വലിയ പ്രതിഷേധത്തിലേക്കും അതേപോലെ തന്നെ വലിയ സംഘർഷത്തിലേക്കും ഒരുപക്ഷെ കാര്യങ്ങൾ പോയേക്കാം. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ പല കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ മുദ്രാവാക്യം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ ഇവിടെ കേട്ടതിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.